നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7:00ക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇന്നലെ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും വലിയ രീതിയിലുള്ള ഒരു വോളറ്റിലിറ്റിയാണ് ഉള്ളത്. യുഎസിലെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു, അത് വീക്കായതുകൊണ്ട് US മാർക്കറ്റ് സിവിയർ ഫോളോ ചെയ്തു. ഇന്നലെ നമ്മളെ ഇന്ത്യൻ മാർക്കറ്റ് 150 പോയിന്റിൻ്റെ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ശക്തമായൊരു റിക്കവറി നടത്തിയ ഒരു മാർക്കറ്റാണ് നമുക്ക് നിലവിൽ ഉള്ളത്. ഇന്ന് മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും വീണ്ടും ഗിഫ്റ്റ് നിഫ്റ്റി ഒരു 50 പോയിന്റിന് മുകളിൽ ഓപ്പണിങ്ങിനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. യെസ്റ്റർഡേ ക്ലോസ് കാണാം 21,920, അത് 3:30 അതിനുശേഷം ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 92 പോയിന്റിൻ്റെ ഒരു ഉയർച്ച ഉണ്ടാക്കി 21,999 നിഫ്റ്റിയുടെ കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക്. യുഎസിലെ ടെക്നോളജി ഇൻഡെക്സായ നാസ്ഡാക്ക് 200 പോയിന്റിൻ്റെ റാലി, ഡോ 150 പോയിന്റ് റാലി രേഖപ്പെടുത്തി. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസിങ്ങിന് ശേഷം US മാർക്കറ്റ് പോസിറ്റീവായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. പിന്നീട് മുകളിലുള്ളത് ബിറ്റ്കോയിനാണ്. ബിറ്റ്കോയിൻ നമ്മൾ ഇന്നലെ തന്നെ കണ്ടു 50,000 ബ്രേക്ക് ഡൗൺ നടത്തി, ബ്രേക്കപ്പ് നടത്തി. അതിനുശേഷം ഇപ്പോൾ 52,358 നിലയിലാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ നിൽക്കുന്നത്. $3,000 ബിറ്റ്കോയിൻ ഉയർന്നിട്ടുള്ളത്. MOX റഷ്യൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. അതിന് മുകളിലുള്ളതെല്ലാം തന്നെ യൂറോപ്യൻ മാർക്കറ്റാണ്. യൂറോപ്യൻ മാർക്കറ്റ് 3, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ 3 ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. നിക്കി, കോസ്പി, ഷാങ്ഹായ്, AX200 എല്ലാം തന്നെ ഇപ്പോൾ ട്രേഡിങ് തുടരുന്ന ഏഷ്യൻ മാർക്കറ്റാണ്. ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ പോസിറ്റീവാണ്. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $1,991 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ളത്. $2,050 പെർ ഔൺസിൽ ഗോൾഡ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ബിറ്റ്കോയിൻ കയറിയപ്പോൾ ഗോൾഡ് ഇടിഞ്ഞതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ എല്ലാം പോസിറ്റീവ് ക്ലോസിംഗ് നടത്തി. ഇൻഫോസിസ് 1.5%, വിപ്രോ 2.5%, ICICI ബാങ്ക് 1.5%. പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് HDFC ബാങ്കാണ്. 1% അടുത്തൊക്കെ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. GDRൽ റിലയൻസും 1.78% റാലി ഉണ്ടാക്കിയിട്ടുണ്ട്. US മേജർ ടെക്നോളജി കമ്പനീസും ഏറ്റവും താഴെ കാണാം. നെറ്റ്ഫ്ലിക്സ് 4.25% റാലി രേഖപ്പെടുത്തി. മറ്റെല്ലാ ടെക്നോളജി കമ്പനീസും പോസിറ്റീവ് ക്ലോസിങ് തന്നെ US മാർക്കറ്റിലും നടത്തിയിട്ടുണ്ട്. നമുക്കിനി ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. നിഫ്റ്റിയുടെ സ്പോട്ട് 21,840 ഉള്ളത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് സോൺ വരുന്നത് 22,000 22,100, 200 റേഞ്ചുകൾ എല്ലാം തന്നെ റെസിസ്റ്റൻസ് സോണാണ്. സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 21,800 ആദ്യത്തെ സപ്പോർട്ട്. പിന്നെ 700, 600, ഒരു 50 പോയിന്റ് ഇൻ്റർവെല്ലും നിഫ്റ്റിയുടെ ഓരോ കോൺട്രാക്റ്റുകളുണ്ട്. സമീപത്തുള്ള എല്ലാ 50 പോയിന്റ് ഇൻ്റർവെല്ലുള്ള പുട്ട് സൈഡിൽ സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. PCR 0.9 എന്ന നിലയിലാണ് ഇപ്പോൾ നിൽപ്പ്. ഇനി നമുക്ക് FISൻ്റെ ആക്ടിവിറ്റീസിലേക്ക് നോക്കാം. FIS കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ എല്ലാം തന്നെ FIS ബൈയിങ് ആയിരുന്നു. നമ്മൾ FIS സെല്ലിംഗ് ആണോ എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ മാർക്കറ്റ് കയറിയപ്പോൾ FIS ബൈയിങ് ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. കാരണം ഇന്നലെ FIS സെല്ലേഴ്സ് ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ 3,829 കോടി രൂപയുടെ സെല്ല് നടത്തി. DIs 2,897 കോടി രൂപയുടെ ബൈയിങ് നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ FIS സെല്ലിംഗ് ആണ്, പക്ഷേ DIs ഏകദേശം അതിനടുത്ത് തന്നെ ബൈ നടത്തി. പിന്നെ റീറ്റെയിലേഴ്സ് ബൈ നടത്തി. മാർക്കറ്റിൽ 3 പാർട്ടിസിപ്പൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ FISൻ്റെ കാര്യം മാത്രം പറയുമ്പോൾ FISും DIsഉം റീറ്റെയിലേഴ്സും ഉണ്ട്. റീറ്റെയിലേഴ്സും വളരെ ശക്തമായ രീതിയിൽ നിലകൊള്ളുന്നതാണ്. പക്ഷേ FISൻ്റെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ് കൂടുതൽ ആളുകൾ നോക്കുന്നത്. കാരണം പുറമേ നിന്നുള്ള ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്ന ഫണ്ടിൻ്റെ ഫ്ലോ അനുസരിച്ചാണല്ലോ മാർക്കറ്റിൻ്റെ മുന്നോട്ടും അല്ലെങ്കിൽ താഴോട്ടുള്ള പോക്ക്. അതുകൊണ്ടാണ് എല്ലാ ആളുകളും FISൻ്റെ ആക്ടിവിറ്റീസ് കീനായിട്ട് വാച്ച് ചെയ്യുന്നത്. FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലേക്ക് പോരുമ്പോൾ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവർ 64% അവർ ഷോർട്ട് പൊസിഷൻ ഉണ്ട്. ലോങ് പൊസിഷൻ 36% ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. HUL കമ്പനി, ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനി ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള FMCG സെക്ടറിലുള്ള ഒരു കമ്പനിയാണ് HUL. അപ്പോൾ HUL ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഒരു പുതിയ ധാരണ
എത്തിയിട്ടുണ്ട്. 15,000 ഫാമേഴ്സ് 30,000 ഹെക്ടറിലുള്ള ഓയിൽ പാം പ്ലാന്റേഷൻ സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനമാണ് HVLഉം ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ നടത്തുന്നത്. NMDC കമ്പനി 62% അറ്റാദായത്തിൽ വർധനവ് കണ്ടു. 1,470 കോടി രൂപ അറ്റാദായം രേഖപ്പെടുത്തി. 5 രൂപ 75 പൈസ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഗ്ലെൻമാർക്ക് ഫാർമ കമ്പനി തവണ ലോസാണുള്ളത്. 500 കോടി രൂപ ലോസ്. കഴിഞ്ഞ തവണ 185 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനിയായിരുന്നു. HPL ഇലക്ട്രിക് കമ്പനി 5 കോടി രൂപയിൽ നിന്ന് 11 കോടി രൂപയിലേക്ക് അറ്റാദായം വർദ്ധിച്ചിട്ടുണ്ട്. മുത്തൂറ്റ് കമ്പനി 600 കോടി രൂപ ഇവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ന്യൂസ്. BHEL കമ്പനി ഹരിയാനയിൽ തെർമൽ പവർ പ്ലാന്റ് ചെയ്യാനായിട്ട് ഹരിയാന സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് BHEL ധാരണയായിട്ടുണ്ട്. ഇൻഡിഗോ ലീഡിംഗ് ആയിട്ടുള്ള ഏവിയേഷൻ സെക്ടറിലുള്ള കമ്പനി BOC ഏവിയേഷനായിട്ട് പുതിയ ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. BPCL കൊച്ചിയിൽ അവരുടെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനമായിട്ടുണ്ട്. BPCL കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടൊരു അപ്സൈഡ് പോയിട്ടുണ്ടായിരുന്നു. ആദിത്യ ബിർള ഫാഷൻ കമ്പനി 15 കോടി രൂപയിൽ നിന്ന് 77 കോടി രൂപയിലേക്ക് ആദായം വർദ്ധിച്ചിട്ടുണ്ട്. സൺ TV നെറ്റ്വർക്ക് കമ്പനി 425 കോടി രൂപയിൽ നിന്ന് 453 കോടി രൂപയിലേക്ക് ആദായം വർദ്ധിച്ചു. കൂടാതെ തന്നെ കമ്പനി 2 രൂപ 50 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. രാമ സ്റ്റീൽ ട്യൂബ് കമ്പനി 7 കോടി രൂപയിൽ നിന്ന് 9 കോടി രൂപയിലേക്ക് ആദായം വർദ്ധിച്ചു. PTC ഇന്ത്യ 91 കോടി രൂപയിൽ നിന്ന് 79 കോടി രൂപയിലേക്ക് പ്രോഫിറ്റിൽ ചെറിയൊരു കുറവുണ്ട്. നാരായണ ഹൃദയാലയ കമ്പനി 188 കോടി രൂപയുടെ പ്രോഫിറ്റ് കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ 154 കോടി രൂപയായിരുന്നു. നാഷണൽ ഫെർട്ടിലൈസർ കമ്പനി 589 കോടി രൂപയിൽ നിന്ന് 140 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. JSPL ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോ നെറ്റ് കമ്പനിയാണ് 532 കോടി രൂപയിൽ നിന്ന് 262 കോടി രൂപയിലേക്ക് ആദായം കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ കമ്പനികളുടെ റിസൾട്ട് ഇപ്പോൾ മിഡ് ക്യാമ്പ് കമ്പനീസ് കഴിഞ്ഞ ഒരു ദിവസം മിനിമം ഒരു 500 കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ 3 ദിവസമായിട്ട്. സ്വാഭാവികമായിട്ടും മിഡ് ക്യാമ്പ് കമ്പനീസിൻ്റെ റിസൾട്ടുകളെല്ലാം തന്നെ ഏറെക്കുറെ കഴിഞ്ഞു. ഇനി റിസൾട്ടുകളുണ്ട്, അതൊക്കെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. IPOയുടെ ഡീറ്റെയിൽസ് ഉണ്ട്, അതും നമ്മുടെ വെബ്സൈറ്റിൽ ട്രേഡ് ബഡ്ഡി ടാബിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ഫാർ ഓട്ടീമെല്ലാം തന്നെ ഹെഡ്ജ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക്, ഓപ്ഷൻ ചെയ്യുമ്പോൾ ഹെഡ്ജ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫാർ ഓട്ടീം കോൺട്രാക്റ്റുകളെല്ലാം തന്നെ അപ്സ്റ്റോക്ക് എന്ന് പറയുന്ന ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു ഓൾ.